ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പുല്ലുവിള ഇടവകാംഗങ്ങളായ സഹോദരി സഹോദരന്മാരെ, പ്രിയ യുവജനങ്ങളെ, ഏറ്റവും പ്രിയ കുഞ്ഞുമക്കളെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷമാണല്ലോ നാം ഇന്ന് വായിച്ചു കേൾക്കാൻ പോകുന്നത്. ഇന്ന് പെസഹ വ്യാഴമാണ്. തിരുവത്താഴ ദിവ്യബലിയിൽ സംബന്ധിക്കാനാണ് നാം എല്ലാം ഇവിടെ എത്തിയിട്ടുള്ളത്. വിശുദ്ധ യോഹന്നാൻ വിവരിക്കുന്നത് പോലെ സമയം ആഗതമായപ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരോടൊപ്പം പെസഹ ആചരിക്കുന്നതിന് വേണ്ടി സഹയൻ ഊട്ടുശാലയിൽ എത്തുന്നു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ അവിടുന്ന് ഒരു മേലങ്കി എടുത്ത് അരയിൽ ചുറ്റി പാത്രത്തിലൊരു വെള്ളവുമെടുത്ത് തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി ചുംബിക്കുന്നു. എന്നിട്ട് അവരോട് പറയുകയാണ്, നിങ്ങൾ എന്നെ നാഥനും ഗുരുവുമെന്ന് വിളിക്കുന്നു, അത് ശരി തന്നെയാണ്. നിങ്ങളുടെ നാഥനും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകുവിൻ. ഒരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, പരസ്പരം സ്നേഹിക്കുവിൻ. യഹൂദരുടെ ആചാരമനുസരിച്ചുള്ള പെസഹ വിരുന്നിന് ശിഷ്യന്മാരോടൊപ്പം നമ്മുടെ കർത്താവ് ആഗതനായി അന്ത്യത്താഴ സമയത്ത് ആദ്യം ചെയ്തത് ഈ മഹാമാതൃകയാണ് നമുക്ക് നൽകിയത്. അതോടൊപ്പം ഇന്ന് നാം അനുസ്മരിക്കുന്ന ഏറ്റവും വിശിഷ്ടമായ 2 ദിവ്യമഹാസത്യങ്ങൾ കൂടെയുണ്ട്. വിശുദ്ധ മത്തായിയും വിശുദ്ധ മാർക്കോസും വിശുദ്ധ ലൂക്കായും എല്ലാം വിശദമായി രേഖപ്പെടുത്തുന്നത്, അത്താഴം കഴിച്ചുകൊണ്ടിരിക്കവേ അവിടുന്ന് അപ്പമെടുത്ത് വാഴ്ത്തി മുറിച്ച് ശിഷ്യന്മാർ കൊടുത്തുകൊണ്ട് പറഞ്ഞു, വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ കാസ് നിറഞ്ഞ പാനപാത്രമെടുത്ത് വാഴ്ത്തി ശിഷ്യന്മാർ കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇത് പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാണ്, നിങ്ങളിത് പാനം ചെയ്യുവിൻ. എൻ്റെ പ്രിയ സഹോദരി, ദീർഘമായ ഒരു വചനപ്രഘോഷണമല്ല ആമുഖത്തിൽ നാം പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ ഇവയെല്ലാം